വീട്ടിലേക്ക് വേണ്ടവരൊക്കെ എൻ്റെ അമ്മേ ഓരോന്നിൻ്റെ വലിപ്പം കണ്ടു. റെസ്പെക്ട് കൈയിൻ്റെ വലിപ്പം കണ്ടു. അവിടെ ഈറോഡ് മാർക്കറ്റിനുള്ളിലൊക്കെ ഒന്ന് വന്നു. ചിന്ന ക്യാമറ കണ്ടു. സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലായിടത്തും ലേറ്റ് അല്ലാട്ട് നല്ല ഭംഗിയായി തുടങ്ങി. ഇന്നലെ ഈറോഡ് വന്ന് സ്റ്റേ ചെയ്ത് ഇന്ന് ജസ്റ്റ് കറങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഫാമിലി മൊത്തം നമ്മുടെ ഒപ്പമുണ്ട്. ചുമ്മാ ഈറോഡ് മൊത്തം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വന്നേക്കാം. ബസ് സ്റ്റാൻഡ് ഈറോഡ് ബസ് സ്റ്റാൻഡ് വന്നിരിക്കുകയാണ്. അവിടെ അടുത്താണ് ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റിൽ, ഈറോഡിൽ തന്നെ ഏറ്റവും വലിയൊരു പച്ചക്കറി മാർക്കറ്റാണ് അവിടെ ഉള്ളത്. സോ അത് കാണാൻ എല്ലാവരും എന്താ ഫാമിലിയിൽ എല്ലാവരെയും കൊണ്ട് വന്നേക്കാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ സ്വീറ്റ്സ് വാങ്ങാൻ നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് കാണിച്ചു തരാം. ഇവരൊക്കെ പണ്ട് ഈറോഡ് ഉണ്ടായിരുന്നവരാണ്. അതിനുശേഷമാണ് ഇവർ കേരളത്തിൽ വന്ന് സ്റ്റേ ചെയ്തത്. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈറോഡിൽ ഉണ്ടായിരുന്നതാണ്. സോ അതിൻ്റെ എല്ലാ ഓർമ്മകളൊന്ന് പുതുക്കാമെന്ന് വിചാരിച്ച് നടന്നു വേണം. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഈറോഡ് ബസ് സ്റ്റാൻഡാണ്. നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. കണ്ടു. അത്യാവശ്യം എല്ലാ ഏരിയയ്ക്കും സേലത്തേക്കും ഒരുപാട് ഏരിയയ്ക്ക് ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ തന്നെയാണ് ഈറോഡ് ബസ് സ്റ്റാൻഡ്. ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മാർക്കറ്റും എല്ലാം അടുത്തടുത്താണ്. അതായത് പച്ചക്കറി മാർക്കറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയിലാണ്. ആൻഡ് ഇവിടുന്ന് 2 കിലോമീറ്റർ, ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടെ എല്ലാം കറങ്ങാൻ വേണ്ടിയിട്ടും അതായത് മെയിനായിട്ട് നമ്മൾ പച്ചക്കറി മാർക്കറ്റ് കാണണം എന്നുള്ള ഉദ്ദേശമാണ്. കാരണം അത്യാവശ്യം നല്ല വലുതാണ്. ഇപ്പോൾ പണ്ട് വേറൊരു ഏരിയയിലായിരുന്നു, അതിപ്പം മാറ്റി വേറൊരു ഏരിയയ്ക്ക് വെച്ചു. അപ്പോൾ അവിടേക്ക് ഇവരാരും വന്നിട്ടില്ല. അപ്പോൾ അതും കാണാനാണ്. അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പക്ഷേ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ഞാൻ കാണിച്ചു തരാം. മറ്ററ്റം വരെയും ഫുള്ള് പച്ചക്കറിയാണ്. അതായത് ഒന്ന് വിടാതെ ഒന്ന്. ആ ഒരു ഏരിയയിലാണ് കൂടുതലുള്ളത്. ഒന്ന് വിടാതെ ഒന്ന് പച്ചക്കറിയാണ്. അത് ഈവനിങ് കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം നല്ല ലൈറ്റെല്ലാം ഇട്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. ഈവനിങ് ഒന്നുകൂടി കുറയുമെന്നാണ് കണ്ടു. എല്ലാവരും നിർത്തി പോകാനുള്ളൊരു ടൈമാണ്. വേസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്ന ടൈമാണത്. ഡേ ടൈമിൽ മോർണിംഗ് വന്നാലാണ് ശരിക്കുള്ള പച്ചക്കറി മാർക്കറ്റിൽ ഇത് മാമാരെല്ലാം നിൽക്കുന്നു. രണ്ടാമത് വൈകുന്നേരമായ കാരണം എല്ലാവരും നിർത്തി പോകാനുള്ളൊരു ഇതിലാണ്. കാരണം രാവിലെ ഡേ ടൈം മോർണിംഗ് ടൈമിലൊക്കെയാണ് പച്ചക്കറി മാർക്കറ്റിന് ഇപ്പോഴും ഭംഗിയുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും വാങ്ങാൻ വരുന്നതൊക്കെ രാവിലെ നേരത്താണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അധികം ഉണ്ടാവാറില്ല. കണ്ടോ, ഫുള്ള് ഇതുപോലെ പച്ചക്കറി കടകളാണ് മൊത്തം. ഒരറ്റം മുതൽ മറ്ററ്റം വരെയും പച്ചക്കറി കടകളാണ്. എന്താ ഉള്ളി, സബോള എല്ലാം സാധനങ്ങളും ഉണ്ട്. ക്യാമറ ആ ചിന്ന ക്യാമറ. കണ്ടോ, ഇവിടെ ഒരുപാട് ഹോൾസെയിൽ മാർക്കറ്റ് അത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാക്ക് കണക്കിന് വെക്കുന്നുണ്ടാവും. കണ്ടോ, അവിടെ ചൈനയൊക്കെ കണ്ടോ, ചാക്ക് കണക്കിനുണ്ടാവുക. ചെറിയ തോതിൽ വിൽക്കുന്നതുകൊണ്ട് ചാക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഹോൾസെയിലായിട്ട്. അതിൽ ഈ കടകളിലേക്ക് എടുക്കാൻ വരുന്നവരാണ് രാവിലെ വന്നെടുക്കുക. അല്ല വീട്ടിലേക്ക് വേണ്ടവരൊക്കെ എൻ്റെ അമ്മേ ഓരോന്നിൻ്റെ വലിപ്പം കണ്ടോ. റെസ്പെക്ട് കൈയിൻ്റെ വലിപ്പം കണ്ടോ. നല്ല ഭീകര സാധനങ്ങളായിരിക്കുന്നത്. ഇതെന്താ ഒന്നുമില്ല. ഇതാ കണ്ടോ, കുമ്പളങ്ങ. ഇതാ അവിടെ മൊത്തം കുമ്പളങ്ങയും മത്തങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരമാണ് വീട്ടുകാർ കൂടുതലും ഇറങ്ങിയിട്ട് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങുന്നത്. അല്ലാത്തവരെല്ലാം ഈ കടകൾ ചെറിയ ചെറിയ ഷോപ്പിലേക്കുള്ളവരൊക്കെ മാർക്കറ്റിൽ വന്നിട്ട് നേരത്തെ രാവിലെ വന്നിട്ട് പച്ചക്കറി എടുക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറി ഇറക്കുന്നതും മേ ബി കാണാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും ഇത് ഒരുപാടുണ്ട്. ഇത് നടന്നാലും തീരില്ല, ഒരുപാട് അറ്റം വരെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര ദൂരം പോകുന്നറിയില്ല. മാമൻ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലുള്ളത് ഇഞ്ചി, കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എല്ലായിടത്തും കൂടുതലും കണ്ടിട്ടുള്ളത് ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് അതൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഒരു വഴിയും ഏതാണ്ട് അതേപോലെ തന്നെ. കണ്ടു, സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലായിടത്തും ലേറ്റ് അല്ലാട്ട് നല്ല ഭംഗിയായി തുടങ്ങി. ചെറിയൊരു ഇരുട്ട് വരാൻ തുടങ്ങി. ആൻഡ് എല്ലാ കടകളിലുള്ളത് ഒരേ സംഭവമാണെങ്കിലും ഇത് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്.
ഒരുപാട് പേര് ഇത് വാങ്ങാൻ വരുന്നുണ്ട്. നിറയെ ഒരുപാട് പേര് ഇതിൻ്റെ പല ഭാഗത്തുനിന്നും കാണാൻ വരുന്നുണ്ട്. കാണാനല്ല, വാങ്ങാൻ വരുന്നുണ്ട്. കണ്ടോ, എല്ലായിടത്തും ഒരേ സാധനമാണെങ്കിലും സ്ട്രീറ്റ് മൊത്തം നടന്ന് കാണാൻ, സ്ട്രീറ്റ് മൊത്തം നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. സാധനങ്ങളെല്ലാം ചെറിയൊരു ഇരുട്ട് കയറി തുടങ്ങി ഇവിടെ. സോ മാർക്കറ്റിൽ അത്യാവശ്യം കറങ്ങി നടന്നു. ഇനി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് പോകണം. നാളെ വീട്ടിൽ പോവാം. അപ്പോൾ ചേച്ചിമാർക്ക് എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് വേണം. അതിനും നല്ലൊരു സ്പെഷ്യൽ കട ഏതുണ്ട്. സോ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാവേ. അപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടൈം അത്യാവശ്യം നല്ല ടൈമായി, 7-7:15 ആവാറായി. പക്ഷെ ഇവിടെ ഇരുട്ടധികമായിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രീ കുമരൻ സ്വീറ്റ്സ് എന്നാണ് സ്വീറ്റ്സ് വാങ്ങിയത്. അതും ചെറിയ തോതിലൊന്നും വാങ്ങിയല്ല, ഒരു വലിയ സഞ്ചി നിറച്ച്. കാരണം അവിടുത്തെ സ്വീറ്റ്സ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സ്വീറ്റ്സും കുറച്ച് മുറുക്ക് ഐറ്റംസ് അതെല്ലാം കൂടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കുറച്ചൊന്നല്ല, ഒരു കിറ്റ് നിറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വീട്ടിൽ കുറേ പേരുണ്ടല്ലോ, ചേച്ചിമാരും ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. സോ അവർക്ക് എല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വാങ്ങിയിട്ടുള്ളത്. ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി ആവട്ടെ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ അത്യാവശ്യം സ്ട്രീറ്റെല്ലാം നടന്ന് കണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ എടുത്തേ ഉള്ളൂ. അപ്പോൾ ബൈ. അവിടെ ഈരോട് മാർക്കറ്റിനുള്ളിലൊക്കെ ഒന്ന് വന്നു, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നു. കുറച്ച് വില സഹായമൊക്കെ ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല. എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ഒക്കെ ഒന്ന് പർച്ചേസൊക്കെ കഴിച്ചിട്ട് പോന്നു.